ഞാൻ കാടാമ്പുഴ മലപ്പുറം കാടാമ്പുഴയുള്ള ആളാണ്. ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഈ സിനിമയിൽ എത്തിപ്പെട്ടത്. പേര് അനിൽകുമാർ. അനിൽകുമാർ. എന്താണ് ചെയ്യുന്നത് ശരിക്കും? ഞാൻ പിന്നെ ഇപ്പോൾ സോളാറിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. സോളാർ പാനൽ ഫിറ്റ് ചെയ്യുന്ന വർക്കാണ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ വർക്കും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കീഴിൽ, എൻ്റെ പിന്നെ അനിയൻ്റെ കീഴിൽ, സത്യം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ അനിയൻ്റെ അനിയൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ഈ സിനിമയിൽ എത്തിപ്പെട്ടത്. എങ്ങനെയാണ് അപ്പോൾ ശരിക്കും വിളിച്ചത്? ഈ ഒരു യുവാക്കളെ സിനിമയിലേക്ക് എങ്ങനെയാണ് ക്ഷണം കിട്ടിയത്? അത് നാട്ടിൽ ഞാൻ കുറച്ച് നാടകങ്ങളിലൊക്കെ കുറച്ചൊരു അഭിനയിക്കുന്നുണ്ട്. ഇപ്പോഴും നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അനിയനോട് ഇങ്ങനെ ഒരാൾ സജഷൻ പറഞ്ഞപ്പോൾ അനിയൻ എൻ്റെ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ മനുമാഷ് എന്നെ വിളിച്ചിട്ടാണ് ഈ സിനിമയിൽ എത്തിപ്പെട്ടത്. എന്തായാലും നല്ലൊരു പുതിയൊരു അറിവായി, നല്ലൊരു കൺസെൻറ്റായി. നാടകത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. സിനിമ ആദ്യമായിട്ടാണോ അഭിനയിക്കുന്നത്? സിനിമയിൽ ആദ്യമായിട്ടാണ്. ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്? ഇല്ല, സിനിമയിൽ അത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവം എനിക്കത്. ഞാൻ ഇതിനു മുമ്പ് ഇതിന്റെ പൂജയ്ക്ക് എന്തിനാ വന്നപ്പോ പാട്ട് പാടുന്ന കേട്ടായിരുന്നു. അതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കഴിവുകളൊക്കെ. രണ്ടുപേരും പാട്ട് ഏതെങ്കിലും ഒന്ന് പാടാമോ? പാട്ടാണ്. കവിത മതിയോ? ആയിക്കോട്ടെ. പ്രശസ്ത കവി വി മധുസൂദൻ നായരുടെ അഗസ്ത്യ ഹൃദയം എന്ന കവിതയിലെ ഏതാനും വരികൾ. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിനു മുൻപേ കനൽ കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിനു മുൻപേ കനൽ കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ചിടനീണ്ട വഴിയളന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ചിലയും അമ്പും നീട്ടിയിരതിരഞ്ഞും ഭാണ്ഡമൊലിവാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മല കയറുമീ നമ്മളൊരു വേള ഒരു ഗാതമേയുള്ളൂ മുകളിലെത്താൻ. ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ, ഇപ്പാവശില നീ അമർത്തിച്ച വിട്ടു. അല്ല, കവിയല്ല. കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ മനുമാഷ കീഴിൽ തന്നെ ഞങ്ങളത് റെക്കോർഡ് ചെയ്യാനും നിൽക്കുന്നുണ്ട്. അപ്പോൾ അഭിനയത്തോട് താല്പര്യം തന്നെ, ജന്മനാ ഉള്ള താല്പര്യം തന്നെയാണ്. ഇല്ല, വേറൊന്നും ചെയ്തിട്ടില്ല. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ നമ്മളൊരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു സമയവും സന്ദർഭവും അതും കൂടി നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒഴിവായി പോയിട്ടുണ്ട്. എന്നാലും ഈ യുവാക്കൾ മൂവി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവാണ്. സത്യം പറഞ്ഞാലേ ക്യാരക്ടർ അങ്ങനെ ഒരു ആള് സസ്പെൻസാണ്. അതൊക്കെ സസ്പെൻസ്. അത് നിങ്ങൾ സിനിമ നിങ്ങൾ കാണുക. കണ്ടാൽ മനസ്സിലാവും. അപ്പം എൻ്റെ ഈ ഒരു മുഖം നിങ്ങൾ അതിൽ കാണുക. അത്ര തന്നെ. അപ്പോൾ എന്താണ് നമ്മുടെ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത് കാണാൻ പോകുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള, സമൂഹ നന്മക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അത്രമാത്രം. അതിൽ എല്ലാം ഒതുങ്ങും. സമൂഹ നന്മക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അതിലെല്ലാം ഒതുങ്ങും. വേറൊന്നും കൂടുതലൊന്നും പറയാനില്ല. നല്ല എന്തായാലും ഞങ്ങൾ ഇറക്കുന്ന ചെയ്യും. അത് 100% ഓക്കെയാണ്. ഓക്കെ.